FC Mobile 25 നമ്മൾ സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്ക്വാഡ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമില്ല, നമ്മുടെ വീലണ്ണനാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ വീലിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ വെച്ച് നമ്മൾ ഇന്ന് ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓരോ പൊസിഷനിലേക്കും ഗൈസ് ഓരോ പ്ലേയേഴ്സിനെ വെച്ച് നമ്മൾ ഇടും. ആൻഡ് ലാസ്റ്റ് ആ സ്ക്വാഡ് വെച്ച് നമ്മളൊരു കിടലം മാച്ചും കളിക്കുന്നതാണ്. എന്തായാലും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കുക. ഓക്കെ, 3, 2, 1 ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് എന്തായാലും 11 സ്പിൻസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വേണ്ട 11 പ്ലേയേഴ്സിന് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഒരു ഫോർമേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഫോർമേഷൻ. എന്തായാലും ഗൈസ് നമുക്ക് സ്പിന്നിൽ തുടങ്ങാം. ഫസ്റ്റ് സ്പിൻ നമ്മൾ GK പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. യാ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറങ്ങുന്നുണ്ട്. കറങ്ങി. ഓക്കെ, എന്താടാ നോ. ഓക്കെ, ഫസ്റ്റ് സ്പിന്നിൽ കിട്ടിയിട്ടുള്ളത് യൂസൻ ഇന്ത്യൻ പ്ലെയർ എന്നാണ് ഗൈസ്. ഇന്ത്യൻ GK നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും മാർക്കറ്റിൽ പോയിട്ട്. ലെറ്റ്സ് ചെക്ക് ഔട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് കുറച്ച് കോയിൻസ് എൻ്റെ കയ്യിലുള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചെറിയ റേറ്റിംഗുള്ള കാർഡൊക്കെ എടുക്കേണ്ടി തന്നെ വരും. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇന്ത്യൻ GKനെ. ഓക്കെ, ഗോൾ കീപ്പർ നാഷൻസ് ഇന്ത്യ. എവിടെ ഇന്ത്യ എവിടാ? ഓക്കെ, ഇന്ത്യ കിട്ടിയിട്ടുണ്ട്. സെർച്ച് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ഗുർപ്രീത്തിൻ്റെ കാർഡായിരിക്കും ഗൈസ് ഫസ്റ്റ് വരാൻ പോകുന്നത്. നോ ഗൈസ്, എൻ്റെ പ്രഡിക്ഷൻ തെറ്റിയിട്ടുണ്ട്. വിശാൽ കൈത്തിൻ്റെ കാർഡിലുള്ള കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ ഇതിൽ ആരെടുത്താലും കിട്ടാൻ കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് നല്ലൊരു റേറ്റിംഗ് ഉള്ള കാർഡ് ആയതുകൊണ്ട് തന്നെ വിശാൽ കൈത്തിന്റെ കാർഡ് എടുക്കാം ഗൈസ്. എന്തായാലും ഈ കാർഡ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ് ഗൈസ്, വിശാൽ ഈസ് ഹിയർ. നമ്മളെ വിശാൽ കൈത്തിന്റെ കാർഡ് പർച്ചേസ്ഡ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്ക്വാഡിലേക്ക് എടുത്തിടാം ഗൈസ്. നമ്മൾ ഒരു പൊസിഷൻ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനിയും ബാക്കി പൊസിഷൻസ് 10 ബാക്കിയുണ്ട്. ഫൈനൽ സ്കോഡ് എന്താണെന്ന് അറിയില്ല. ഒരു നല്ല സ്കോഡ് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, വിശാൽ കൈത്തിനെ എന്തായാലും സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള സ്പിന്നാണ് ചെയ്യേണ്ടത്. എന്തായാലും ചെയ്തു നോക്കാം. ഹെർബിഗോ സ്പിൻ ചെയ്തിട്ടുണ്ട്. നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ യാ ഗൈസ്, ഇതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. യൂസ് എ ബാൽഡ് പ്ലെയർ, അതായത് മൊട്ടത്തലയന്മാർ ഗൈസ്. മൊട്ടത്തലയന്മാർ നമ്മളെ ഫുട്ബോളേഴ്സ് എത്ര ഉണ്ട് ഗൈസ്? നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സ്കോഡിൽ തന്നെ ഉണ്ട് ഗൈസ് ഒരു മൊട്ട. വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ലില്യൻ തുറാമാണ്. വീട്ടില് സ്വർണം വച്ചിട്ട് എന്തിന് ഗൈസ്, നാട്ടില് തെണ്ട് നടക്കണം. പെർഫെക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് ആ മൊട്ട കാണാത്തതിന്റെ കണ്ടോളൂ. ഇതാണ് നമ്മുടെ ലില്യൻ തുറാമിന്റെ മൊട്ട. ഇതാണ് മൊട്ട. പെർഫെക്റ്റ് മൊട്ടയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സ്പിൻ ഫോർ സെൻട്രൽ ബാക്ക് ഗൈസ്. 2 സെൻട്രൽ ബാക്സ് നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഹെഡ് ടു ഹെഡ് മാച്ചൊക്കെ കളിക്കേണ്ടതാണ്. ഓ ഗൈസ്, യൂസ് 1 ഗോട്ടോ ഗൈസ്. നമ്മളെടുത്ത് ഗോട്ട് എന്ന് പറയാൻ ആരാ? യാ ഗൈസ്, നമുക്ക് ഗോട്ടൊക്കെ ഉണ്ട്, പേടിക്കണ്ട. ഇപ്പൊ കാണിച്ചുതരാ. എന്തായാലും ഗൈസ് നമ്മുടെ ഗോഡ് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഹാരി മഗ്വറിനെ സ്കോഡിലേക്ക് എടുത്തിടാൻ പോവാണ്. ചങ്ങായിനെ കാണാൻ ഗൈസ് എനിക്ക് പേക്കെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പണിയെടുക്കേണ്ടി വന്നില്ല നമുക്ക് ചങ്ങായിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെന്തായാലും സ്കോഡിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഗൈസ് നമ്മളെ രണ്ടാമത്തെ സെൻട്രൽ ബാക്കിന് വേണ്ടിയിട്ടുള്ള സ്പിന്നാണ്. ഓക്കെ, കറക്കിയിട്ടുണ്ട് ഗൈസ്. ബാഡ് ആയിട്ടുള്ള ഒന്നും തരില്ലടാ. ഓക്കെ, ഓ ഗൈസ്, ഇത് കുറച്ച് പണിയാവും തോന്നുന്നു. ഔട്ട് ഓഫ് ദി പൊസിഷൻ ആണ്. അതായത് ഗൈസ് നമ്മൾ സെൻട്രൽ ബാക്ക് അല്ലാത്തൊരു പ്ലെയറിനെ നമ്മുടെ സ്കോഡിൽ യൂസ് ചെയ്യണം. സോ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ വീലെണ്ണം പറഞ്ഞ പോലെ തന്നെ ഒരു സെൻട്രൽ ബാക്ക് അല്ലാത്തൊരു പ്ലെയറിനെ നമുക്ക് സ്കോഡിലേക്ക് എടുത്തിട്ട് സെൻട്രൽ ബാക്ക് ആയിട്ട് ഞാൻ എന്തായാലും ഗൈസ് സെൻട്രൽ ബാക്ക് ആയിട്ട് ഇടാൻ പോകുന്നത് സോബോസ്ലോ അതിന്റെ കാർഡാണ്. നോ വറീസ് ഗൈസ്, കാരണം സെൻട്രൽ ബാക്ക് കളിക്കാനുള്ള ഒരു എബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയർ ആണ് നമ്മളെ സോബോസ്ലോ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ലെഫ്റ്റ് ബാക്കിന്റെ സ്പിന്ന് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ വീലങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സ്കോഡിൽ ഗൈസ് 85 റേറ്റഡ് ഉള്ള ലെഫ്റ്റ് ബാക്ക് നമ്മൾ ഇടണം. ഓക്കെ, എന്താണ് ചെയ്യുക? അങ്ങനെ അഗൈൻ നമ്മൾ മാർക്കറ്റിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. 85 റേറ്റഡ് കാർഡാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പൊസിഷൻ ലെഫ്റ്റ് ബാക്ക്. ഓക്കെ, സെർച്ച് ചെയ്ത് നോക്കാം. ഗൈസ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കുറച്ച് കാർഡ്സേ ഉള്ളൂ 85-ൻ്റെത്. എന്തായാലും ഗൈസ് ഇതിൽ ബെസ്റ്റ് കാർഡായിട്ട് എനിക്ക് തോന്നിയത് ഡിമാർക്കോന്റെ കാർഡാണ്. സോ ഗൈസ് എന്തായാലും നമുക്ക് ഡിമാർക്കോന്റെ കാർഡ് തന്നെ പർച്ചേസ് ചെയ്യാം. കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓൾഡ് കാർഡാണ് ഗൈസ്. ഈ കാർഡിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയാം? ആർക്കെങ്കിലും ഗെയിം പ്ലേ ഒക്കെ ഉണ്ടാവുമോ? എന്തായാലും ഗൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ചങ്ങന്റെ കാർഡ് പർച്ചേസ് ആവുന്നവരെ. ഗൈസ് അങ്ങനെ നമ്മുടെ ഡിമാർക്കോന്റെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്കോഡിലേക്ക് എടുത്തിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക്
ഓക്കെ ഡൺ. അങ്ങനെ ഡിമാർക്കോന്റെ കാർഡ് ഗൈസ് നമ്മൾ ടീമിലോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമ്മളെ സ്കോഡിലെ ഡിഫൻസിങ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നെക്സ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഏരിയയിലേക്കുള്ള 2 സ്പിന്നാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാക്കേഴ്സിലേക്ക് കടക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സ്പിന്നിൽ ലോങ് ഹെയർ എന്നാണ്. ലോങ് ഹെയർ ഉള്ള ഒരു പ്ലെയറിന്റെ കാർഡ് നമ്മൾ സ്കോഡിൽ യൂസ് ചെയ്യണം മിഡ്ഫീൽഡർ ഏരിയയിലേക്ക്. എന്തായാലും നമ്മുടെ ഗെയിമിൽ തന്നെ ലോങ് ഹെയർ ഉള്ള ഒരുപാട് മിഡ്ഫീൽഡേഴ്സിന്റെ കാർഡ് ഉണ്ട്. ബട്ട് അതൊന്നും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഓസ്ട്രേലിയൻ നാഷണൽ ടീമിലുള്ള ജാക്സൺ ആവറി എന്ന് പറഞ്ഞ പ്ലെയറിന്റെ കാർഡാണ് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാർഡ് എടുക്കാനുള്ള റീസൺ ഗൈസ് ചങ്ങായിൻ്റെ ലോങ് ഹെയർ തന്നെയാണ്. പിന്നെ ഒരു മിഡ്ഫീൽഡർ കൂടിയാണ്. ഗൈസ് ലുക്ക് ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് 99 റേറ്റഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ചങ്ങായിൻ്റെ. ഓക്കെ ഡൺ. അങ്ങനെ നമ്മുടെ ഒരു മിഡ്ഫീൽഡറിന്റെ കാർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സ്കോഡിൽ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് മിഡ്ഫീൽഡറിന് വേണ്ടിയിട്ടുള്ള സ്പിൻ ചെയ്യാം ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. ഈ ഒരു സ്കോഡിന്റെ മാക്സിമം OVR എത്ര നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. നിങ്ങളെ ഗസ് കറക്റ്റ് ആവുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഗൈസ് ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമ്മുടെ മിഡ്ഫീൽഡറിലേക്ക് ഇടുക എന്നാണ് ഗൈസ്. ഐ തിങ്ക് ബെക്കാം ഈസ് ദ ഹാൻഡ്സം മിഡ്ഫീൽഡർ. അതുകൊണ്ട് തന്നെ ബെക്കാമിന്റെ കാർഡ് വാങ്ങാനായിട്ട് ഗൈസ് ഞാൻ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്യാം. ഞാൻ ഗൈസ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ കാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് സ്കോഡിലേക്ക് എടുത്തിടാം ഗൈസ്. സത്യം പറഞ്ഞാൽ ബെക്കാമിന്റെ ഒരു കിടിലം കാർഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ കാർഡൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് വെച്ച് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും നമ്മുടെ മിഡ്ഫീൽഡ് ഏരിയ ഗൈസ് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് എന്തായാലും അറ്റാക്കിങ്ങിലേക്ക് കടക്കാം. അറ്റാക്കിങ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് എന്തായാലും നമുക്ക് ലെഫ്റ്റ് വിങ്ങിന് വേണ്ടിയുള്ള സ്പിൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഗൈസ് വീക്ക് ഫുഡ് ഇല്ലാത്തൊരു പ്ലെയറിന്റെ കാർഡ് നമുക്ക് ലെഫ്റ്റ് വിങ്ങിലോട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഗൈസ് മെയിൻ സ്കോഡിൽ നിന്ന് ഞാൻ എന്തായാലും സണ്ണിന്റെ കാർഡാണ് ലെഫ്റ്റ് വിങ്ങിലോട്ട് ഇടാൻ പോകുന്നത്. ഈ ഒരു സണ്ണിന്റെ കാർഡിന് എന്തായാലും വീക്ക് ഫുഡ് ഇല്ല. സോ ഈ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് പെർഫെക്റ്റ് ലെഫ്റ്റ് വിങ്ങിലോട്ട്. എന്തായാലും ഈ കാർഡ് ഗൈസ് എനിക്ക് 3 ഗെയിംസിന്റെ പാക്ക് എന്ന് കിട്ടിയതായിരുന്നു. ഓക്കെ, അടുത്ത സ്പിന്ന് നമ്മുടെ സ്ട്രൈക്കറിന് വേണ്ടിയിട്ടുള്ള സ്പിന്നാണ്. എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ. നല്ലൊരു സ്ട്രൈക്കറിനെ കിട്ടിയാൽ മതി. കാരണം ഗൈസ് നമ്മുടെ സ്ട്രൈക്കർ സെറ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗോൾസ് ഒന്നും അടിക്കാൻ പറ്റില്ല. നോ ഗൈസ്, നമുക്ക് പിന്നെ പണി കിട്ടിയിട്ടുണ്ട്. ഗാന നാഷണാലിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ നമ്മൾ യൂസ് ചെയ്യണം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാഷണാലിറ്റി അതുപോലെ തന്നെ പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെർച്ച് ചെയ്ത് നോക്കാം ഇനി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗാന സ്ട്രൈക്കേഴ്സ് വന്നിട്ടുണ്ട്. ആകപ്പാടെ 2-3 സ്ട്രൈക്കേഴ്സ് ഉള്ളൂ തോന്നുന്നു. എന്തായാലും നല്ലൊരു കാർഡ് ഗൈസ്. ഈവൻ്റെ ഒരു അയു എന്ന് പറഞ്ഞ പ്ലെയറുടെ കാർഡാണ്. ഓക്കെ, 100 റേറ്റിംഗേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു കാർഡ് തന്നെ പർച്ചേസ് ചെയ്യാം. ഗൈസ്, അങ്ങനെ അയുവിന്റെ കാർഡ് പർച്ചേസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് സ്കോഡിലേക്ക് എടുത്തിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു സ്ട്രൈക്കർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ട്രൈക്കറിനെ സ്പിൻ ചെയ്ത് നോക്കാം. അടുത്ത സ്ട്രൈക്കർ ആണെങ്കിൽ നമ്മുടെ ഒരു കിടിലൻ സ്ട്രൈക്കറിനെ കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം നമുക്ക് ഗോൾ അടിക്കാൻ ഗൈസ് വേറെ ആരും ഉണ്ടാവില്ല ഗൈസ്. ഈ ഒരു ആൻഡ്രൂ അയുവിന്റെ കാർഡ് ഗൈസ് കുറച്ച് ബാഡ് ആണ്. കാരണം വീക്ക് ഫുഡ് ഉണ്ട്, പിന്നെ ഓൾഡ് കാർഡ് കൂടിയാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഗൈസ് അടുത്ത സ്ട്രൈക്കറിലാണ് ഹോപ്പ്. ആരായിരിക്കും അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്പിന്നർ കറക്കിയിട്ടുണ്ട്. ഓക്കെ, വീരണ്ണ നല്ലത് താടാ. ഫസ്റ്റ് സ്ട്രൈക്കർ പോയി. അതുപോലെ തന്നെ അടുത്ത സ്ട്രൈക്കറും ബാഡ് ആവരുത്. ഓക്കെ ഗൈസ്, സ്റ്റിൽ സിംഗിൾ. അതായത് ഗൈസ് എന്നെ പോലെയുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഫുട്ബോൾ സ്ട്രൈക്കറിനെ നമ്മൾ യൂസ് ചെയ്യണം. ഇതെന്തായാലും ഗൈസ് കുറച്ച് ഇമോഷണലി ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എംബാപ്പേന്റെ കാർഡിനെ ഗൈസ് അങ്ങോട്ട് യൂസ് ചെയ്യാ. ഒന്നും നോക്കണ്ട. ഗൈസ്, അങ്ങനെ നമ്മുടെ എംബാപ്പേന്റെ കാർഡും സ്കോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ നെക്സ്റ്റ് റൈറ്റ് വിങ് ആണ് പൊസിഷൻ. ആ ഒരു പൊസിഷനും കൂടി കംപ്ലീറ്റ് ആയി നമ്മുടെ സ്കോഡ് മൊത്തമായിട്ട് സെറ്റ് ആവും. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്പിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ റൈറ്റ് വിങ്ങിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്പിൻ. ലെറ്റ്സ് ഗോ. പിന്നെ ഒരു കാര്യം പറയണത്, നമ്മൾ റോഡ് ടു 10K ആണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആണ് കാണുന്നുണ്ട്, ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് 10K അടിക്കണം. ഓക്കെ, എന്തായാലും സ്പിന്നർ പറയുന്നത് ഗൈസ് യൂസ് ഐക്കൺ എന്നാണ്. അതായത് ഗൈസ് ഐക്കണിന്റെ ഒരു കാർഡ് നമ്മൾ റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യണം ഗൈസ്. എന്തായാലും എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ഐക്കണിന്റെ കാർഡില്ല. സോ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് തന്നെ ഒരു ഐക്കണിന്റെ കാർഡ് പിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെന്തായാലും 115 അണ്ടറുള്ള ഒരു കാർഡാണ് നോക്കുന്നത്. കാരണം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു കാർഡ് വേണം. ഓക്കെ, നമ്മൾ ഐക്കൺസിന്റെ കാർഡ്സ് വന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഇതിൽ 115 കാർഡ്സിനൊക്കെ നല്ല കോസ്റ്റ് ആണ്. സോ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് എന്തായാലും ഗൈസ് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൊരു ചെറിയ കാർഡ് എടുക്കാൻ പോവാണ്. ഓക്കെ, 100 റേറ്റഡ് ബെസ്റ്റിന്റെ കാർഡാണ് ഗൈസ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെയ്തിട്ടുണ്ട്.
യാഗേഴ്സ് നമ്മുടെ സ്കോഡിലെ ലാസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ബെസ്റ്റിന്റെ കാർഡും കൂടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോഡിലേക്ക് ജസ്റ്റ് എടുത്തിടാം. ഈ ഒരു ലാസ്റ്റ് പ്ലെയറിന്റെ കാർഡ് കൂടി സ്കോഡിലേക്ക് എടുത്തിടും ഗൈസ്. എന്തായാലും നമ്മുടെ OVR അപ്പാകും. ഓക്കെ, എത്രയാവുന്ന ജസ്റ്റ് നോക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വീരണ്ണന്റെ സ്കോഡ് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്കോഡ് വെച്ച് നമ്മൾ ഇനി ഹെഡ് ടു ഹെഡ് മാച്ച് കളിച്ചു നോക്കണം. എന്തായാലും 1-on-5 OVR ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മാച്ചിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. Ladies and gentlemen, it's match day. ഗൈസ് അങ്ങനെ നമ്മുടെ ഓപ്പണന്റിനെ കിട്ടിയിട്ടുണ്ട്. M4K ഗെയിമർ ടോപ്പ് 15 ബാഡ്ജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളെ ഓപ്പണന്റിന്റെ സ്കോഡ് ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് കൊണയടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കോഡ്, നമ്മളെ വീലണ്ണൻ ഡിസൈഡ് ചെയ്ത സ്കോഡ്. ഓ ചങ്ങായിന്റെ സ്കോഡ് ഗൈസ് കുറച്ച് സീനാണ്. എല്ലാം ഗൈസ് പുതിയ കാർഡ്സ് ആണ്. പിന്നെ സൊണ്ണിന്റെ കാർഡ് ഉണ്ട് നമ്മളെടുത്തുകൊണ്ട് ഗൈസ് സണ്ണ്. നോ വറീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കിക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. എംബാപ്പേന്റെ അടുത്താണ് ബോൾ. ഓക്കെ, പാസ് ടു ബസ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓ തുറാമേ നോക്കടാ, ചങ്ങായി കളി തുടങ്ങിയപ്പോൾ തന്നെ ബോൾ മിസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് കവർ ചെയ്യാം. നോക്കടാ അയർവിൻ ഗൈസ് ഓട്ടോമാറ്റിക് ആയിപ്പോയി ഗൈസ്. ഇതെന്തടാ ഗൈസ്, ഞാനല്ല കളിക്കുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ സ്ക്രീനിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എടാ ഇതെന്താ ഗൈസ്, അത് അവൻ ഗോളടിക്കും ഇപ്പോൾ ഗൈസ്, ഗോളടിക്കും ഉറപ്പാണ്. എടാ പിടിക്കടാ ഗൈസ്, സത്യം പറയാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഗോൾ പോയി ഗൈസ്. ഫസ്റ്റ് ഗോൾ എന്തായാലും നമ്മൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ സ്ക്രീൻ എന്തോ ബഫർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പിടിക്കാം. ഓക്കെ അഗെയിൻ ടച്ച് നമുക്ക് തന്നെയാണ്. ലെറ്റ്സ് ഗോ. ഇത്തവണ ഗൈസ് നമ്മൾ തിരിച്ചടിച്ചിരിക്കും. ഓക്കെ, ബെസ്റ്റ് ടു എംബാപ്പേ ടു. എടാ മിസ് പാസ് ചെയ്യലടാ മോനെ. ഓക്കെ, മഗ്വയർ കിടിലൻ ടാക്കിൾ എൻ്റെ മോനെ. പിടി തുറാമേ, വിടല്ലേ. നോ, അഗെയിൻ മിസ് പാസ് ആണ്. ഓക്കെ, എടാ പോയിട്ട് പിടിക്കടാ. ഓക്കെ, നമ്മൾ മാക്സിമം ഗൈസ് ഡിഫെൻഡ് ചെയ്തിട്ടാണ് കളിക്കാൻ നോക്കുന്നത്. ഓ ഗൈസ് അവനൊരു ഫ്രീ കിക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഫ്രീ കിക്കാണ്. എടാ ആരെങ്കിലും ഒന്ന് പോസ്റ്റ് പോയിട്ട് കവർ ചെയ്യടാ. എംബാപ്പേ ആരുമില്ലേ? ഓക്കെ, അവൻ ഓ ഗൈസ് നമ്മുടെ വിശാൽ കേതിൻ്റെ സേവ് ഗൈസ്, ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, മാക്സിമം നമുക്ക് ഡിഫെൻഡ് ചെയ്ത് കളിക്കാം, വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് സെക്കൻഡ് ഹാഫിൽ അറ്റാക്ക് ചെയ്ത് നോക്കാം. അവനിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കൗണ്ടർ ഇടാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോണിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. എടാ പാസ് കൊടുക്കണം വേഗം എംബാപ്പയ്ക്ക്. നോ ഗൈസ്, അവൻ്റെ ഡിഫെൻസീവ് നൈസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡിഫെൻസ് പൊട്ടിക്കാനാവുന്നില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു കൗണ്ടർ ഇടാനുള്ള ഓ ബെസ്റ്റിൻ്റെ ഒരു കിടില സ്കില്ലാണ്. വെക്കം ഷൂട്ട് അടിക്കണ. എടാ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ചങ്ങായി പേടിച്ചിട്ടുണ്ട് തോന്നുന്നു. കളി തുടങ്ങിയിട്ട് 34 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം തന്നെ അവൻ്റെ സബ്ബായിട്ടുള്ള സൂപ്പർ സബ് ബെയിലിൻ്റെ കാർഡ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ബെയിലൊന്നുമില്ല, സബ് ഇറക്കാൻ ആരുമില്ല. ഇറക്കിയപ്പോൾ തന്നെ ഗൈസ് അവന് ബെയിലിൻ്റെ അടുത്ത് ബോൾ കൊടുത്തിട്ടുണ്ട്. എടാ പിടിക്കുക സൊബോസ്ലോയ്, പിടിക്കടാ ഗൈസ്. ബെയിലിൻ്റെ സ്പീഡ് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സൊബോസ്ലോയ് ഓടടാ. എടാ സെക്കൻഡ് ഡിഫൻഡ് ഓണാക്കാം. എടാ പിടിക്കുക. എടാ നോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഗോൾ നമ്മളങ്ങനെ കൺസീഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടി അവൻ ഇമോട്ടിട്ട് കളിക്കാണ് കള്ളപ്പന്നി. എന്നാലും നമുക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഡിഫെൻഡ് ചെയ്യാൻ, ബട്ട് നോട്ട് പോസിബിൾ. സൊബോസ്ലോയ് ആണ് ഗൈസ് അവൻ്റെ ഇപ്പോൾ ഓടിയത്. ബെയിലിൻ്റെ സ്പീഡ് കൊണ്ട് ഗൈസ് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ അഗെയിൻ നമ്മൾ ഒരു കംബാക്കിനുള്ള പോക്കാണ് പോകാൻ പോകുന്നത്. എംബാപ്പേൻ്റെ റണ്ണ് ടു സൺ. അയ്യൂന് കൊടുക്കടാ, തിരിച്ചിട്ട് കൊടുക്കടാ. ഓക്കെ കൊടുക്ക്. എടാ ഇപ്പോൾ ഹാഫ് ടൈം ആകും, അതിനു മുമ്പ് ഒരു ഗോൾ അടിക്കണം. ഓക്കെ, ബെസ്റ്റ് ടു. എടാ കിളവ ഇപ്പോൾ സ്കില്ലെടുക്കാനുള്ള ടൈമില്ല. ഓക്കെ, അയർവിന് കൊടുത്തിട്ടുണ്ട്. ഷൂട്ട് യാ ഗൈസ്, നമ്മളെ ഫസ്റ്റ് ഗോൾ ഗൈസ് നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്കോർ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും ലീഡ് ചങ്ങായിക്കാണ്. എന്തായാലും നമുക്ക് കംബാക്ക് അടിക്കാം, അത് വേറെ കാര്യം. ഓക്കെ, കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എംബാപ്പേ എടാ ഇവൻ കുറച്ച് സീനാണ് ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവൻ്റെ ത്രൂ ഗൈസ്. ഏതാ ബോൾ മോനെ, പിടിക്കണ ഡിമാൻഡ്. വെറുതെ ടാക്കിൾ ചെയ്യാണ് പോയിട്ട് ഗൈസ്. അവനങ്ങനെ മൂന്നാമത്തെ ഗോളും ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഫോർമേഷനും ഡിഫൻസിനും എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു, എന്താ അറിയില്ല. ഇവൻ്റെ ഡബിൾ പ്ലെയർ ആണ്, വേറെ കാര്യം ഗൈസ്. ഇവന് ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ടോക്സിക്കാലിറ്റി കാണിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഷോ നമുക്ക് തീർത്ത് കൊടുക്കണം. ഓക്കെ, കംബാക്ക് അടിക്കുക. കമോൺ, ബെസ്റ്റ് ടു എംബാപ്പേ കൊടുക്കടാ. എംബാപ്പേ ടു അയു. ലെറ്റ്സ് ഗോ. സണ്ണിനെ വെച്ച് കൊടുക്കടാ. ഓ ഫ്രീ കിക്ക് ഇല്ലടാ, ഫ്രീ കിക്ക്. റഫറി കുട്ടാ, ഫ്രീ കിക്ക് ഇതാണ്. ഓക്കെ, ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫ്രീ കിക്ക് നമ്മളെ അടിക്കുന്നത് സൊബോസ്ലായി ആണ്. വരച്ചു കൊടുക്കുക. ഇത് കൺഫേം ഗോളാണ്.
എടാ നോ ഗൈസ് സൈഡ് ബാറിന് കൊണ്ടിട്ടാണ് ഗൈസ് ഗോൾ കേറാത്തത്. എടാ എനിവേ ഫക്കായിട്ടുണ്ട്. ഓക്കെ തുറാം ടു ഐർവിൻ എംബാപ്പെ ഷൂട്ട്. ഓ ഗൈസ് എഗെയിൻ ഗൈസ് ബാറാണ് നമുക്കൊരു ശാപം. ഓക്കെ അവൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഗൈസ് ഒരു ഗോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ് അവനെ ത്രൂ ബോൾ ഓക്കെ സേവ് ചെയ്തിട്ടുണ്ട്. നോ ഗൈസ് സെക്കൻഡ് ബോൾ അടിച്ച് ഗോൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫോർത്ത് ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് സോറി എന്നെ എന്തായാലും ഒരു കംബാക്ക് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ അണ്ണാക്കിൽ ഒരു ഗോൾ അടിച്ചു കൊടുക്കുക. ഓക്കെ അയുവിന് കൊടുത്തിട്ടുണ്ട്. അയു ടു സൺ ബോൾ എംബാപ്പെ ടു അയു. സ്ട്രൈക്കർ ശരിയില്ല ഗൈസ് നമ്മളെ, അതാണ് ഏറ്റവും വലിയ ബാഡ്. ഓക്കെ ബെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് ചെയ്ത് നോക്കാം. ഓക്കെ സോൺ ഹെഡ് എടാ നൈസ് ഗോൾ എംബാപ്പി. ഗൈസ് ഒക്കെ നമ്മുടെ മാച്ചിലെ ലാസ്റ്റ് ഗോളും അങ്ങനെ നമ്മൾ അടിച്ചിട്ടുണ്ട് എംബാപ്പേനെ വെച്ചിട്ട്. യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനൽ വിസിൽ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ തോറ്റിട്ടുണ്ട്. നോ സീൻ ഗൈസ്. ഈ ഒരു വീലിൻ്റെ സ്കോഡ് വെച്ച് നമ്മൾ ഇത്രയും നല്ലൊരു പെർഫോമൻസ് എടുക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി ഗൈസ്. ഈ ഒരു മാച്ചിൽ നമ്മുടെ ഓപ്പണന്റ് എന്തായാലും ഒരു ടോക്സിക് ചങ്ങായിയാണ്. അതുകൊണ്ട് തന്നെ മാച്ച് കളിക്കാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്യുക. ഇതുപോലുള്ള FC മൊബൈലിലേക്ക് ഇടലും വീഡിയോസ് ഇട്ട് ഇനിയും വരുന്നതാണ്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.